എല്ലാവരുടെയും ആഗ്രഹമായിരിക്കാം ഒരുപക്ഷെ സ്വന്തം കാറ്, സ്വന്തം വീട് എന്നൊരു സ്വപ്നം. അതുപോലൊരു സ്വപ്നം കണ്ട വ്യക്തിയാണ് അമൃതയും. നീണ്ട 28 വർഷത്തെ വലിയൊരു സ്വപ്നം. വാടക വീടുകളിൽ മാറി മാറി താമസിച്ചു മടുത്ത അമൃതയ്ക്കും അമ്മയ്ക്കും എന്തെങ്കിലും സ്വന്തമായൊരു വീട് വയ്ക്കാൻ പറ്റുമോ എന്നത് സ്വപ്നതുല്യമായിരുന്നു. അതാണ് അമൃതയുടെ ആഗ്രഹം എന്ന വീട്. അമ്മയുടെ ആഗ്രഹമാണിത്. അമ്മ ഏറ്റവും കൂടുതൽ കരഞ്ഞതും എന്തു പറഞ്ഞാലും വിഷമത്തിലേക്ക് എത്തുന്നതും ഈ ഒരു കാര്യത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയുടെ ആഗ്രഹമാണ് ആ വീട്. അതുകൊണ്ട് തന്നെയാണ് അമൃത സ്വന്തമായി 28 വർഷം കൊണ്ട് ആഗ്രഹിച്ചു പണിതെടുത്ത വീടിന് ആഗ്രഹം എന്ന് പേരിട്ടത്. അമൃതയുടെ വീട് അതിമനോഹരമാണ് എന്ന് എല്ലാവരും പറഞ്ഞു. വന്നവരെല്ലാവരും ഒരുപോലെ പറഞ്ഞതും ആ ഒരു കാര്യം തന്നെയാണ്. വളരെ ഭംഗിയായി വെച്ചു. തന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അമ്മയ്ക്കും അമൃതയ്ക്കും സഹോദരനുമൊക്കെ നന്നായി താമസിക്കാൻ പറ്റുന്ന വീട്. അങ്ങനെ ഗംഭീരമായി തന്നെയാണ് അമൃത ആ വീട് പണികഴിപ്പിച്ചത്. ആ പണികഴിപ്പിച്ച വീടിൻ്റെ ഓരോ ആഗ്രഹത്തെക്കുറിച്ചും ഓരോ മൂലയെക്കുറിച്ചും പറയുന്നുണ്ട്. സ്വന്തം വീട്ടിൽ വന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ, അത് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. നമ്മളെ ഈ വീട്ടിൽ നിന്ന് ആരും ഇറക്കി വിടില്ല എന്നൊരു സമാധാനമുണ്ടല്ലോ, അതൊക്കെ അറിഞ്ഞ് ജീവിക്കുക എന്നത് എന്നെ സംബന്ധിച്ചൊരു സ്വപ്നമായിരുന്നു. നാളെ വാടക കൊടുത്തില്ലെങ്കിൽ നമ്മളെ ഇറക്കി വിടുമോ എന്നുള്ള ഭയമില്ലാതെ ജീവിക്കുക, അതൊരു വലിയ ഭാഗ്യമാണ് എന്ന് അമൃത പറയുകയും അതോടൊപ്പം ഒരുപാട് ആഗ്രഹത്തോടെയും ഒരുപാട് പ്രയത്നത്തിനൊടുവിലും നേടിയ തൻ്റെ ഒരു വലിയ സമ്മാനമാണ് വീട് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ് അമൃത. അമൃതയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ വൈറലാവുകയാണ്. ആഗ്രഹമെന്ന തൻ്റെ വീട് നേടിയതിനു ശേഷം ഇപ്പോൾ പ്രേക്ഷകരെടുത്ത് സംസാരിക്കുകയാണ് താരം. സ്വന്തമായൊരു വീടെന്നത് 28 വർഷത്തെ ആഗ്രഹമായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് യാഥാർത്ഥ്യമാക്കാൻ 2 പ്രാവശ്യം പണി തുടങ്ങി പല കാരണങ്ങൾ നിർത്തിവെച്ചതാണ്. വീട് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് വരെ എത്തിയതാണ്. പക്ഷേ ഉള്ളിലുള്ള അടങ്ങാത്ത മോഹത്താൽ വീണ്ടും പണി തുടങ്ങി. പ്രതിസന്ധികൾ പലതും താണ്ടി മനസ്സിനിണങ്ങിയതുപോലെ ഒരു വീട് പൂർത്തിയാക്കുകയായിരുന്നു. അപ്പോൾ ആഗ്രഹം എന്നല്ലാതെ മറ്റെന്ത് പേരാണ് ചേരുക എന്നാണ് അമൃത ഇപ്പോൾ മാധ്യമങ്ങളോട് ചോദിക്കുന്നത്. ജീവിതത്തിലെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നുവന്ന് ചെറിയ പ്രായത്തിലെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഒരു കുടുംബത്തിൻ്റെ നാഥയായ പെൺകുട്ടിയാണ് അമൃത എന്ന് പറയുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട താരം. ആ യാത്രയിലെ ആദ്യത്തെ വലിയ നേട്ടമായ വീടിന് ആഗ്രഹമെന്നല്ലാതെ മറ്റു പേര് അമൃതയുടെ മനസ്സിൽ തന്നെയില്ല. അതാണ് യാഥാർത്ഥ്യമായ ഒരു സത്യം. അമൃതയുടെയും സഹോദരൻ്റെയും അമ്മയുടെയും ഏറ്റവും വലിയ ആഗ്രഹം അതുതന്നെയാണ് സബലീകരിച്ചിരിക്കുന്നത്. കോടികളൊന്നും വിലയില്ല, എന്നാൽ ലക്ഷങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ചേർത്ത് വെച്ച പൈസയും ലോണെടുത്ത പൈസയും എല്ലാം കൂടി ഞങ്ങൾ ഒരു മനോഹരമായ വീട് പണി കഴിപ്പിച്ചു. അതുമാത്രമേ ഇപ്പോൾ എനിക്ക് എൻ്റെ മുന്നിലുണ്ടായിരുന്നുള്ളൂ. അത് തന്നെയാണ് ഞാൻ ചെയ്തതും. വളരെ സന്തോഷത്തിലും വളരെ സ്നേഹത്തോടൊപ്പവും എന്നോടൊപ്പം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളും എൻ്റെ ബന്ധുക്കളും കൂടെ നിന്നിരുന്നു. അതിലൊരിക്കലും എനിക്ക് ആരെയും എടുത്തു പറയാതിരിക്കാൻ സാധിക്കില്ല. എന്നാൽ എടുത്തു പറഞ്ഞാൽ പരാതികൾ ഒരുപാടുണ്ടാകും. ആരുടെയെങ്കിലും പേര് പറഞ്ഞില്ലെങ്കിൽ തന്നെ എനിക്ക് ബുദ്ധിമുട്ടാകും. പക്ഷേ അങ്ങനെ ഒരുപാട് പേര് എന്നെ സഹായിച്ചതുകൊണ്ടും എന്നോടൊപ്പം നിന്നതുകൊണ്ടും എവിടെയും തളരാതെ 2 വട്ടം നിന്നു പോയിട്ടും വീട് പണി കഴിപ്പിച്ച് ഞാൻ എൻ്റെ അമ്മയെയും കൊണ്ട് വിളക്കും കൊണ്ട് അകത്തേക്ക് കയറി. അതിൽ പരം സന്തോഷമൊന്നും എനിക്കിനി ഇതിലുണ്ടാകാനില്ല എന്ന് അമൃത പറയുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.